അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമസ്ത എന്ന ഈ കപ്പൽ ആടി ഉലയുകയില്ല. കാരണം എന്താണ്? അതിൻ്റെ മുമ്പിലുള്ളത് മഹാനായ ഉമർ ഫൈസി മുക്കമാണ്. അദ്ദേഹം മദാരിക്കുൽ ലിബിലിൽ പോയി, അഥവാ നിരീശ്വരവാദികളുടെ സദസ്സിൽ പോയി ഒരു മുസല്ലി എടുത്തിങ്ങനെ ആട്ടി മഗ്‌രിബ് നിസ്കരിച്ച മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വല്ലാതെ താല്പര്യം ആ നിരീശ്വരവാദികളോട് തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ കുറേ ആളുകളുണ്ട്. അബൂ താഹിർ എന്ന് പറഞ്ഞ വയനാട്ടിലൊരു അബൂ ജാഹിൽ, അതുപോലെ തന്നെ പിന്നെന്താണ് മറ്റ് കാട്ടുകള്ളന്മാരായ അമ്പലക്കടവൻ പോലത്തെ ആളുകളുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു അസിസ്റ്റൻ്റ് മുഷാവറയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കതിൽ പാണക്കാട്ടെ കുട്ടികൾക്ക് ഖാദിയാകാൻ പറ്റുമോ പറ്റൂലേ എന്നും ഉള്ള മസല കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യണം. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റൂല പാണക്കാട് കുട്ടികളെ, കാരണം അവരുടെ സ്വാധീനം നമുക്ക് ഇല്ലാതെയാക്കണം. കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെയും പരമാവധി നമുക്ക് ഇല്ലാതെയാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളെ കപ്പെല്ലാം അങ്ങോട്ട് കയറ്റാം. അങ്ങനെ കയറ്റിയാൽ നമുക്കത് സാധിക്കുന്നതാണ്. കാരണം നമുക്ക് 46 കോടി കിട്ടി. ഈ 46 കോടി എന്നൊക്കെ പറഞ്ഞാൽ ബല കണക്കിൽ അതൊരു വലിയ പൈസ. 11,000 മദ്രസ നടത്തുന്ന സമസ്തക്ക് 46,000 കോടി കിട്ടിയാൽ 1000 കോടി കിട്ടണം. മനസ്സിലായില്ലേ? പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ടിൽ പോയ നൂർ ഹബീബ് എന്ന് പറഞ്ഞ ഒരു യാതൊരു ദീനിയായ വിവരമില്ലാത്ത ആളുകളുണ്ട്. APEക്കും ലോകത്തുള്ള എല്ലാ ചാനലുകളും അയാൾ എതിർത്തിട്ടും അയാളുടെ അവിടെ പെയ്യണ കാശിന് വല്ല കണക്കുണ്ടോ? അപ്പോൾ ഒരു 46 കോടി 50 കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്തക്ക് 11,000 മദ്രസയുടെ അണ്ടറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുമ്പും അതിൻ്റെ വലിപ്പവും അത് മറ്റതാണ് മറിച്ചതാണെന്നും പറയാനില്ല. 46 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തൊരു വലിയ പൈസയല്ല. 11,000 മദ്രസ നടത്തേണ്ട സമസ്തയെ. പക്ഷേ ആ മദ്രസകളിൽ നിന്ന് 8,000-ഓ 9,000-ഓ അടുത്ത് APയിലേക്ക് പോകും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. AP ലീഗും ഒരു ഉള്ളുധാരണ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇനി മുക്കം ഉമറിനെയും ഇവിടുത്തെ ഈ ചണ്ടികളെയും ഇനി വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ലീഗിൻ്റെ ഒരുപാട് വിയർപ്പുകൾ ഈ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരോട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അപകടം ചെയ്യും. നമ്മുടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മഹാശത്രുക്കളായി ഈ കപടന്മാർ മാറിയിട്ടുണ്ട്. സൂക്ഷിക്കുക.